Dear students, the topic we are going to discuss today is total pressure on a curved surface. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഒരു വെർട്ടിക്കലി ഇമേഴ്സ്ഡ് സർഫസിൻ്റെ മേലെ ഉണ്ടാവുന്ന ടോട്ടൽ പ്രഷറും അല്ലെങ്കിൽ ആ സർഫസ് ഇൻക്ലൈൻഡ് ആയിട്ടാണെങ്കിൽ അതിൻ്റെ മേലെ ഉണ്ടാവുന്ന ടോട്ടൽ പ്രഷറൊക്കെ കാണാൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കേർവ്ഡ് സർഫസിൻ്റെ മേലെ ഉണ്ടാവുന്ന ടോട്ടൽ പ്രഷർ, അതായത് നമ്മൾ ഇമേഴ്സ് ചെയ്ത് വെക്കുന്ന സർഫസ് കേർവ്ഡ് ആണെങ്കിൽ അതിൻ്റെ മേലെ ഉണ്ടാകുന്ന ടോട്ടൽ പ്രഷർ എന്തായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ വേർട്ടിക്കലി ഇമേഴ്സ്ഡ് സർഫസിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് എടുത്തത്? ഒരു ടാങ്കൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും അല്ലേ? ആ ടാങ്കിൻ്റെ ഒക്കെ വാളിൻ്റെ മേലെ ആക്റ്റഡ് ആവുന്ന ടോട്ടൽ പ്രഷറിനാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരുന്നത് അല്ലേ? വെർട്ടിക്കൽ സർഫസ് ഇമേഴ്സ്ഡ് ഇൻ ഫ്ലൂയിഡിൻ്റെ ഒക്കെ കേസിൽ അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ എടുക്കുന്ന കേസ് നമുക്കിവിടെ ഒരു ടാങ്ക് തന്നെ, റെക്ടാങ്കുലർ ടാങ്ക് തന്നെ ഉണ്ട്. ആൻഡ് അതിൻ്റെ കോർണർ മിക്കവാറും ഇങ്ങനെ കേർവ്ഡ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ നമ്മളെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ എടുത്തതുപോലെ ഇങ്ങനെ ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. കേർവ്ഡ് ആണെങ്കിൽ നമ്മൾ ടോട്ടൽ പ്രഷർ കാണുന്ന രീതി വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനൊരു കർവ് വന്നാൽ നമുക്ക് ഈ ടോട്ടൽ പ്രഷറിൻ്റെ ഡയറക്ഷൻ ഇതാ ഇങ്ങനെയാണ്. നമ്മൾ വേർട്ടിക്കൽ സർഫസിൻ്റെ കേസിൽ എടുത്തതുപോലെ ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതായത് ഈ കേർവ്ഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്കായിരിക്കും നമ്മുടെ ടോട്ടൽ പ്രഷർ എഫ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു എഫ് കണ്ടുപിടിക്കാൻ നമ്മളിതുവരെ പഠിച്ചിട്ടില്ലല്ലോ അല്ലേ? അതായത് നമ്മൾ സർഫസ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ കൂടെ നമ്മൾ പ്രഷർ എന്താണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതല്ല നമ്മൾ കാണാൻ പഠിച്ചത്. അതായത് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്രഷർ വരുമ്പോൾ കാണുന്ന രീതി വ്യത്യാസമാണ്. നമ്മളിതുവരെ പഠിച്ച രണ്ട് കേസിൽ നിന്നും വ്യത്യാസമാണ്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് വരുമ്പോൾ നമ്മൾ ഈ ഫോഴ്സിനെ രണ്ട് കോമ്പണൻ്റായിട്ട് ഡിവൈഡ് ചെയ്യും. എഫ് എക്സ് ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് എഫ് വൈ ഇൻ വൈ ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് ഈ എഫ് എക്സ് കാണണമെങ്കിൽ ഈ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിത് വേർട്ടിക്കൽ സർഫസ് ഇമേഴ്സ് ചെയ്ത് അതേ കേസല്ലേ എഫ് എക്സിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത് അല്ലേ? ആൻഡ് അപ്പോൾ എഫ് എക്സ് കാണാൻ നമ്മൾ ഈ ഒരു മെത്തഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. വേർട്ടിക്കൽ സർഫസിൻ്റെ അതേ മെത്തഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് ഈ കേർവ്ഡ് സർഫസിനെ നമ്മൾ എന്ത് ചെയ്യും? പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു വേർട്ടിക്കൽ സർഫസ് ആക്കി കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ വേർട്ടിക്കൽ സർഫസിൻ്റെ മേലെ ഉണ്ടാകുന്ന ടോട്ടൽ പ്രഷർ കാണും. വേർട്ടിക്കൽ സർഫസിൻ്റെ മേലെ ഉണ്ടാകുന്ന ടോട്ടൽ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എഫ് എക്സ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു എ എച്ച് ബാർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു കേർവ്ഡ് സർഫസ് വരുമ്പം ആ സർഫസിന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്രഷർ ഫോഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്രഷർ ഫോഴ്സിനെ രണ്ട് കോമ്പണൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, എഫ് എക്സും എഫ് വൈയും. ആൻഡ് എഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ കേർവ്ഡ് സർഫസിനെ എന്ത് ചെയ്യും? പ്രൊജക്റ്റ് ചെയ്യും. ഒരു പ്രൊജക്റ്റ് ചെയ്ത് അതിൻ്റെ വേർട്ടിക്കൽ പ്രൊജക്ഷൻ എടുക്കും. വേർട്ടിക്കൽ പ്രൊജക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ വേർട്ടിക്കൽ സർഫസിൻ്റെ അതേ കേസാണ് വരിക. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എഫ് എക്സ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു എ എച്ച് ബാർ. ആൻഡ് എഫ് വൈ നോക്കൂ നിങ്ങൾ. എഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കേർവ്ഡ് സർഫസിൻ്റെ മേലെ ഉണ്ടാവുന്ന ഈ ഡൗൺവേർഡ് ഫോഴ്സാണ് എഫ് വൈ ഇല്ലേ? എന്ന് വെച്ചാൽ ഈ കേർവ്ഡ് സർഫസ് സപ്പോർട്ട് ചെയ്യുന്ന ഈ കോളം ഓഫ് വാട്ടറിൻ്റെ പ്രഷർ അല്ലേ? അത് ഇതിൻ്റെ മേലെ ഉണ്ടാവുന്ന ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കേർവ്ഡ് സർഫസ് സപ്പോർട്ട് ചെയ്യുന്ന കോളം ഓഫ് വാട്ടറിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ എഫ് വൈ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ സപ്പോർട്ടഡ് ബൈ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും, വെയിറ്റ് ഓഫ് വാട്ടർ സപ്പോർട്ടഡ് ബൈ ദ കർവ്. ഇനി ഇതിലൊരു കാര്യം കൂടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. ഈ നമ്മുടെ ടോട്ടൽ പ്രഷറും ഹൊറിസോണ്ടലും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ, ടോട്ടൽ പ്രഷറും ഹൊറിസോണ്ടലും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് വൈ ബൈ എഫ് എക്സ് ആയിരിക്കും. ഇത് മൂന്നുമാണ് നിങ്ങളുടെ കേർവ്ഡ് സർഫസിൻ്റെ കേസിൽ ചോദിക്കുക. എഫ് എക്സ് കാണാൻ ചോദിക്കും, എഫ് വൈ കാണാൻ ചോദിക്കും, തീറ്റ കാണാൻ ചോദിക്കും. ആൻഡ് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വാട്ടർ ടാങ്കൊക്കെ ആണെങ്കിൽ ആ വാട്ടർ ടാങ്കിൻ്റെ ഓപ്പണിംഗ് നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുക. അതായത് ഇതിവിടെ ഇങ്ങനെ ഹിഞ്ച്ഡ് ആയിരിക്കും. ഇവിടെ ഇങ്ങനെ നമുക്കൊരു എന്താവും, ഇത് രണ്ട് സൈഡ്സ് ഓഫ് വാട്ടർ ടാങ്ക് ആയിരിക്കും. ആ സൈഡിനെ കണക്ട് ചെയ്ത് നമുക്കൊരു ഗേറ്റ് ഉണ്ടാവും, ഗേറ്റ് ഓർ ലോക്ക് ഉണ്ടാവും. ആ ലോക്കിൻ്റെ ഇവിടെ ഇങ്ങനെ എന്താവും, നമ്മളെന്തെങ്കിലും ഒരു ഹിഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇത് തുറന്നിട്ടാണ് നമ്മൾ വാട്ടർ പുറത്തേക്ക് വിടുക. അപ്പം അങ്ങനത്തെയൊക്കെയാണ് ഇതിൻ്റെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കേർവ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് എൻകൗണ്ടർ ചെയ്യുന്നത്. ഒരു വാട്ടർ ടാങ്ക്, അതിൻ്റെ ഒരു കോർണറിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ് നമ്മൾ
വാട്ടർ പുറത്തേക്ക് വിടാൻ വേണ്ടി ആ ഓപ്പണിങ് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം ഫിക്സ്ഡ് ആക്കി വെച്ച് അതർ ഭാഗം തുറക്കുന്ന പോലെ ആയിരിക്കും അതിൻ്റെ ഓപ്പറേഷൻ. അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്കിങ്ങനെ ഉള്ള കേർവ്ഡ് സർഫസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. അപ്പം പ്രോബ്ലം നോട്ട് ചെയ്തോളൂ. കമ്പ്യൂട്ട് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻസ് ഓഫ് total force acting on a curved surface AB which is in the form of a quadrant of a circle of radius 2 meter as shown in figure. Take width of gate as unity. അപ്പോൾ നമുക്ക് നമ്മളോട് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുക. അതായത് നമുക്ക് എ ബി എന്ന് പറയുന്നൊരു കർവ്, ഞാൻ വേറൊരു കളറിലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. എ ബി എന്ന് പറയുന്നൊരു കർവ് ഉണ്ട്. ഇതൊരു ടാങ്കിൻ്റെ ഒരു സൈഡാണ് തോന്നുന്നു, കാരണം ഇതിൽ വാട്ടർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ടാങ്കിൽ. ഓക്കെ, ഇപ്പോൾ എ ബി എന്ന് പറയുന്നൊരു കർവുണ്ട്. അതൊരു ടാങ്കിൻ്റെ ഒരു കോർണറാണ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഈ എ ബി കർവിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻസ് ഓഫ് ടോട്ടൽ ഫോഴ്സ് ആണ് കാണാൻ പറഞ്ഞത്. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, എ ബി എന്ന് പറഞ്ഞാൽ ഒരു 2 മീറ്റർ റേഡിയസുള്ള ഒരു സർക്കിളിൻ്റെ ക്വാഡ്രൻ്റ് ആണ്. അതായത് സർക്കിളിനെ 4 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ് നമ്മുടെ ഈ കർവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻസ് FX ആൻഡ് FY കാണാനാണ് പറയുന്നത്. ആൻഡ് ടേക്ക് വിഡ്ത്ത് ഓഫ് ഗേറ്റ് ആസ് യൂണിറ്റി. അതായത് ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ 1 ആയിട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു കേസ് വന്നാൽ ഇതാണ് നമ്മുടെ കർവ്. ആൻഡ് ഇത് O എന്ന സെൻറ്ററുള്ള ഒരു സർക്കിളിൻ്റെ ക്വാഡ്രൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു സർക്കിളിൻ്റെ ക്വാഡ്രൻ്റ് അല്ലേ ഇത്? അല്ലേ, ഒരു സർക്കിളിനെ 4 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണിത് അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നെയിം ചെയ്തു OA OB. ഇത് രണ്ടും റേഡിയസ് ആയിരിക്കും. അപ്പോൾ റേഡിയസ് 2 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഫിഗറിൽ തന്നിട്ടുണ്ട് എന്ത്, ഈ നമ്മുടെ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.5 മീറ്റർ ഫ്രം ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ആണ്. ഇതാണ് ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. ആൻഡ് കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.5 മീറ്റർ ഫ്രം ദി ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ FXും FY ആണ് കാണുന്നത്. അപ്പോൾ നമുക്കറിയാം FXൻ്റെ ഇക്വേഷൻ ρg ഇൻറ്റു AH ബാർ. അപ്പോൾ FXൻ്റെ ഇക്വേഷൻ നമുക്കറിയാം FX ഈസ് ഈക്വൽ ടു ρg ഇൻറ്റു AH ബാർ ആണ്. അപ്പോൾ ρg ഇൻറ്റു AH ബാർ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കേർവ്ഡ് സർഫസിൻ്റെ വേർട്ടിക്കൽ പ്രൊജക്ഷൻ ഏതാണെന്ന് നോക്കണം. നിങ്ങൾ നോക്കുക, ഈ കേർവ്ഡ് സർഫസിനെ ഞാൻ വേർട്ടിക്കലി പ്രൊജക്റ്റ് ചെയ്യാണ്. വേർട്ടിക്കലി പ്രൊജക്റ്റ് ചെയ്താൽ എനിക്ക് OB എന്ന് പറയുന്ന ലൈനല്ലേ കിട്ടുക. അങ്ങനെ നോക്കുക, അതായത് ഇങ്ങനെയുള്ളൊരു കേർവിനെ നമ്മൾ വേർട്ടിക്കലി പ്രൊജക്റ്റ് ചെയ്താൽ ഇതാ ഇങ്ങനെയുള്ളൊരു ലൈനാണ് നമുക്ക് കിട്ടുക അല്ലേ. അതേപോലെ ഇവിടെ AB എന്ന് പറയുന്ന കർവിനെ ഞാൻ പ്രൊജക്റ്റ് ചെയ്താണ് OB. ഓക്കെ, അപ്പോൾ FX എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ AB കർവിനെ വേർട്ടിക്കലി പ്രൊജക്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഏരിയ വേണം നമ്മൾ ഏരിയ ആയിട്ട് എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഈസ് ഈക്വൽ ടു ഡെപ്ത് ഓഫ് OB ഇൻറ്റു വിഡ്ത്ത് വരും. വിഡ്ത്ത് ഇതിൻ്റെ ഈ ഗേറ്റിൻ്റെ വിഡ്ത്ത് 1 മീറ്റർ യൂണിറ്റ് ആയിട്ട് എടുക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ ഡെപ്ത് ഓഫ് OB 2 മീറ്റർ ആണ് ആൻഡ് വിഡ്ത്ത് ഇസ് യൂണിറ്റി. സോ ഏരിയ ഇസ് 2 മീറ്റർ സ്ക്വയർ. ഇനി ഇത് വാട്ടർ ആണ്, റോ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്ന് അറിയാം. G 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആൻഡ് ഏരിയ നമുക്ക് 2 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഏരിയയിൽ കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. അതായത് ഈ കേർവ്ഡ് സർഫസിനെ നമ്മൾ വേർട്ടിക്കലി പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് OB എന്ന് പറയുന്ന ലൈൻ കിട്ടി. ഈ OB ഇൻറ്റു ഇതിൻ്റെ വിഡ്ത്ത്, OB ഇൻറ്റു ഇതിൻ്റെ നമ്മൾ കാണാത്തൊരു ഭാഗം ഉണ്ടാവുമല്ലോ, ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിന് ഇങ്ങോട്ടേക്കൊരു വിഡ്ത്തും കൂടെ ഉണ്ടാവുമല്ലോ, അത് 1 മീറ്റർ ആണെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ OB ഇൻറ്റു ഈ 1 മീറ്റർ ആണ് ഏരിയ വരിക. അപ്പോൾ ഡെപ്ത് OB ഈസ് 2 മീറ്റർ ആൻഡ് വിഡ്ത്ത് ഈസ് യൂണിറ്റ്. സോ ഏരിയ ഈസ് 2 ഇൻറ്റു 1 2 മീറ്റർ സ്ക്വയർ. എന്ന് നമുക്ക് കാണേണ്ടത് H ബാർ ആണ് അല്ലേ. H ബാർ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ വേർട്ടിക്കലി പ്രൊജക്റ്റ് ചെയ്ത സർഫസിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് വാട്ടർ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ നമ്മൾ വേർട്ടിക്കലി പ്രൊജക്റ്റ് ചെയ്തപ്പോൾ നമുക്കൊരു ലൈനാണ് കിട്ടിയത്. ആ ലൈനിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡെപ്തിൻ്റെ സെൻറ്ററിലായിരിക്കും. അതായത് 2/2 ആയിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. പ്ലസ് 1.5 നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് വാട്ടർ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് 1.5 ആണ്. അപ്പോൾ 2/2
പ്ലസ് 1.5. 2/2 വന്നത് നമുക്ക് എഫ് എക്സ് എടുക്കുമ്പോൾ എച്ച് ബാർ കിട്ടണമെങ്കിൽ നമ്മൾ ഈ കർവിന് ആദ്യം എന്താക്കിയിട്ടുണ്ട്, ഒരു വേർട്ടിക്കൽ സർഫസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ആ വേർട്ടിക്കൽ സർഫസിൻ്റെ പകുതിയിലായിരിക്കും, ഹാഫിലായിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക. അപ്പോൾ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഫ്രീ വാട്ടർ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് എച്ച് ബാർ എന്ന് പറഞ്ഞാൽ വേണ്ടത്. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് ഓവറുള്ള ഡിസ്റ്റൻസ് 2/2 1 മീറ്റർ ആണ്. പ്ലസ് ഈ 1.5 മീറ്റർ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് ടോപ്പ് സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടും. അതാണ് എച്ച് ബാർ. 2/2 പ്ലസ് 1.5 എത്രയാണ്, 2.5 വരും അല്ലേ. അപ്പോൾ നമ്മുടെ എഫ് എക്സ് ഈസ് ഈക്വൽ ടു ഫോർ വാട്ടർ റോ ഈസ് 1000 kg/m³ ആൻഡ് ജി ഈസ് 9.81, ഏരിയ ഇസ് 2 ആൻഡ് എച്ച് ബാർ ഇസ് 2.5. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 49050 ന്യൂട്ടൺ എന്ന് കിട്ടും. 49050 ന്യൂട്ടൺ. ഒന്ന് നോക്കണം കേട്ടോ, അത് കറക്റ്റ് ആണോ എന്ന്. 49050 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എച്ച് സ്റ്റാർ കാണണം. എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷൻ എന്താ, നമ്മുടെ എഫ് എക്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ്. എഫ് എക്സിനെ നമ്മളിപ്പോൾ ഒരു വേർട്ടിക്കൽ സർഫസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ വേർട്ടിക്കൽ സർഫസിൻ്റെ കേസിൽ എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷൻ എന്താ, ഐ ജി ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ അല്ലേ. ഐ ജി ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. എച്ച് ബാർ അറിയാം, ഏരിയ അറിയാം, ഐ ജി ആണ് കാണേണ്ടത്. നമ്മൾ ഈ കേർവ്ഡ് സർഫസിനെ വേർട്ടിക്കൽ സർഫസ് ആക്കിയിട്ട് പ്രൊജക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കുലർ പോർഷൻ നമുക്ക് കിട്ടുക. അപ്പോൾ റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഐ ജി ഇസ് BD³/12. വെഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്, യൂണിറ്റി ആണ്, ഡി ഇസ് 2 മീറ്റർ, സോ 2³/12 ആണ് ഐ ജി. അപ്പോൾ എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷനിൽ നമ്മൾ ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു 2.63 മീറ്റർ എന്ന് കിട്ടും. എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു 2.633 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എഫ് എക്സ് കിട്ടിയാലോ. ഇനി നമുക്ക് എഫ് വൈ അല്ലേ കിട്ടേണ്ടത്. എഫ് വൈ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്, ഈ ഒരു നമ്മുടെ കേർവ്ഡ് സർഫസിൻ്റെ മേലെ വരുന്ന വെയ്റ്റ് ഓഫ് വാട്ടർ അല്ലേ. അത് എഫ് വൈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ ഉണ്ടാവുന്ന വേർട്ടിക്കൽ പ്രഷറാണ്. വേർട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇതൊരു വാട്ടർ ടാങ്ക് ആണെങ്കിൽ ഇതിൻ്റെ മേലെ ഉണ്ടാകുന്ന വേർട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ ഉണ്ടാകുന്ന വാട്ടറിൻ്റെ വെയിറ്റ് ആണ് അല്ലേ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മുടെ കർവിൻ്റെ എബവ് ഉള്ള ലിക്വിഡ് പോർഷനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യും. ഈ ഒരു ക്വാഡ്രൻ്റ് ഓഫ് സർക്കിളും പ്ലസ് ഈ ഒരു റെക്റ്റാങ്കിളും. ഇത്രയും വെയിറ്റ് ഓഫ് വാട്ടറിന് ഇവിടെ ആക്ട് ചെയ്യുന്ന എഫ് വൈ. ഈ ഒരു ക്വാഡ്രൻ്റ് ഓഫ് സർക്കിളിലുള്ള വാട്ടറിൻ്റെ വെയിറ്റും ഈ ഒരു റെക്റ്റാങ്കിളിലുള്ള വാട്ടറിൻ്റെ വെയിറ്റും കൂടെയാണ് നമ്മുടെ വേർട്ടിക്കൽ ഡയറക്ഷനിൽ ഈ കർവിൻ്റെ മുകളിൽ വരുന്ന ടോട്ടൽ വെയിറ്റ്. അതാണ് എഫ് വൈ. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. അപ്പോൾ എഫ് വൈ ഈസ് ഈക്വൽ ടു, നമ്മൾ പേരിട്ടില്ലല്ലോ, ഇവിടെ സി ഡി എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫിഗർ വരച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫിഗർ നോക്കുക. അതിൽ എഫ് വൈ എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് വാട്ടർ ഇൻ റെക്റ്റാങ്കിൾ AOCD പ്ലസ് വെയ്റ്റ് ഓഫ് വാട്ടർ ഇൻ ക്വാഡ്രൻ്റ് ഓഫ് സർക്കിൾ AOB അല്ലേ. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഡെൻസിറ്റി ഇൻറ്റു ജി ഇൻറ്റു വോള്യമാണ് അല്ലേ. അപ്പോൾ റോ ജി ഇൻറ്റു വോള്യം ഓഫ് റെക്റ്റാങ്കിൾ AOCD പ്ലസ് വോള്യം ഓഫ് വാട്ടർ ഇൻ ദി ക്വാഡ്രൻ്റ് ഓഫ് സർക്കിൾ AOB. ഒന്നുമില്ല, വെയ്റ്റിന് ഞാൻ വോള്യത്തിൻ്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്തു. കാരണം വെയിറ്റ് ഓഫ് വാട്ടർ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഞാൻ വോള്യത്തിലേക്ക് മാറ്റി. വെയിറ്റ് എന്ന് പറഞ്ഞാൽ റോ ജി ഇൻറ്റു വോള്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു. ഇനി വോള്യം ഇൻ ദി റെക്റ്റാങ്കുലർ പോർഷൻ AOCDയിലുള്ള വോള്യം എന്ന് പറഞ്ഞാൽ എന്താ, വോള്യം ഇൻ ദി റെക്റ്റാങ്കുലർ പോർഷൻ. ഞാനിവിടെ വേണമെങ്കിൽ ആ ഫിഗർ ഒന്നുകൂടെ വരക്കാം. ഓക്കെ,
ഇതാണ് നമ്മുടെ എ ബി, ഇത് ഒ ആണ്, ആൻഡ് ഇതാണ് വാട്ടർ സർഫസ് എന്ന് വിചാരിക്കുക. ദിസ് ഇസ് സി, ദിസ് ഇസ് ഡി. അപ്പോൾ വോളിയം ഓഫ് ഈ റെക്റ്റാങ്കിൾ എ ഒ സി ഡി എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഇൻറ്റു വിഡ്ത്താണ് അല്ലേ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇൻറ്റു വിഡ്ത്താണ്. വിഡ്ത്ത് യൂണിറ്റി ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. ഇതെത്രയാണ്, റേഡിയസ് 2 മീറ്റർ. ഇതെത്രയാണ്, 1.5 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഈസ് 2 ഇൻറ്റു 1.5 ഇൻറ്റു വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്ററാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ഏരിയ ഈസ് 2 ഇൻറ്റു 1.5, 3 മീറ്റേഴ്സ്. അപ്പോൾ അതേപോലെ വോളിയം ഓഫ് ക്വാഡ്രൻ്റ് ഓഫ് സർക്കിൾ, വോളിയം ഓഫ് ക്വാഡ്രൻ്റ് ഓഫ് സർക്കിൾ എ ഒ ബി, ഈ ക്വാഡ്രൻ്റ് ഓഫ് സർക്കിളിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്വാഡ്രൻ്റ് ഓഫ് സർക്കിൾ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ക്വാഡ്രൻ്റ് ഓഫ് സർക്കിൾ അല്ലേ. ഒരു ഫുൾ സർക്കിളിൻ്റെ ഏരിയ ഈസ് πr². ഇത് ക്വാഡ്രൻ്റ് ഓഫ് സർക്കിളാണ് എന്ന് വെച്ചാൽ ഒരു ഫുൾ സർക്കിളിനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു പാർട്ടാണിത്. അപ്പോൾ ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയ πr² ആണെങ്കിൽ അത് 4 പാർട്ടാക്കി അതിലൊരു പാർട്ടിൻ്റെ ഏരിയ ഈസ് πr²/4 ഇൻറ്റു വിഡ്ത്ത് ഈസ് യൂണിറ്റി, ദാറ്റ് ഈസ് റേഡിയസ് ഈസ് 2 meters, then 2²/4 ഇൻറ്റു 1 നമുക്ക് കിട്ടുക. ചെയ്താൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ, അതിൽ സോൾവ് ഇല്ല കേട്ടോ. അങ്ങനെയാണ് നമുക്ക് വോളിയം ഓഫ് ക്വാഡ്രൻ്റ് ഓഫ് സർക്കിൾ കിട്ടുക. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് റെക്റ്റാങ്കിളും കിട്ടി, വോളിയം ഓഫ് ക്വാഡ്രൻ്റ് ഓഫ് സർക്കിളും കിട്ടി. ഇനി FY കാണാൻ നമ്മൾ എന്ത് ചെയ്യും, FY ഈസ് ഈക്വൽ ടു ρg ഇൻറ്റു വോളിയം ഓഫ് റെക്റ്റാങ്കിൾ ഇസ് 3 പ്ലസ് വോളിയം ഓഫ് ക്വാഡ്രൻ്റ് ഓഫ് സർക്കിൾ ഇസ് 5 വരും അല്ലേ, 3.14 വരും. ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്തിട്ട് ഓക്കെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 60249.1 ന്യൂട്ടൺ എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ കിട്ടുന്നത് FYയുടെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കേർവ്ഡ് സർഫസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കേർവ്ഡ് സർഫസ് ആകുമ്പോൾ ഒരു ഇൻക്ലൈൻഡ് ടോട്ടൽ പ്രഷറാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, FX ആയിട്ടും FY ആയിട്ടും കൺവേർട്ട് ചെയ്യണം. FXൻ്റെ വാല്യൂ നമ്മൾ കാണുന്നത് നമ്മൾ മുന്നേ വേർട്ടിക്കൽ സർഫസ് ഇമേഴ്സ് ചെയ്താലുള്ള ടോട്ടൽ പ്രഷർ കണ്ട അതേ മെത്തേഡിൽ നമ്മൾ ഈ കേർവിനെ ഒരു വേർട്ടിക്കൽ പ്രൊജക്ഷനാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് FY കാണുന്നത് ഈ കേർവ്ഡ് സർഫസിൻ്റെ മേലെ ഉണ്ടാകുന്ന ടോട്ടൽ വാട്ടർ പ്രഷർ, ഈ റെക്റ്റാങ്കുലർ വാട്ടർ പ്രഷറിൻ്റെ ഈ ക്വാഡ്രൻ്റ് ഓഫ് സർക്കിളിൻ്റെ വാട്ടർ പ്രഷറും കൂടെ ആഡ് ചെയ്തിട്ടാണ് FY കാണുന്നത്. ഓക്കെ, ഇതേപോലെ ഒരു 2 പ്രോബ്ലം കൂടെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു.